നമ്മൾ ഗുരുജി ഇപ്പം മന്ത്രസിദ്ധിയെക്കുറിച്ച് അതായത് യൂട്യൂബ് ചാനലും ബുക്സിലും ഒക്കെ നോക്കിയിട്ട് പല ആളും അതായത് ചൊല്ലുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ എന്താ പറയുക ഇതായിട്ട്. അപ്പം ഒരുപാട് പേര് അതുകൊണ്ട് പ്രയാസം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അതിനെക്കുറിച്ച് അതായത് ഒരു ഗുരുവിൻ്റെ ദീക്ഷയില്ലാതെ അതായത് ഈ ഇത്തരം ഉപാസനകൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഗുരു ഒരു നല്ലൊരു ഉപദേശം അതായത് ഗുരുവിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ഒന്ന് വിശദമാക്കണം. മന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു സിലബിൾ സേക്രട്ടായിട്ടുള്ള ശബ്ദം അഥവാ ഈ ശബ്ദത്തിൻ്റെ കോമ്പിനേഷൻ, ശബ്ദത്തിൻ്റെ ഛന്ദസ്, ഇത് കൂടി ചേർന്നിട്ടുള്ള ആ ശബ്ദത്തിൽ കൂടിയുള്ള പവറാണ്. അത് ഗുരുക്കന്മാർ, സിദ്ധി ലഭിച്ചിട്ടുള്ള ഗുരുക്കന്മാർ ഈ ശബ്ദത്തെ പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അനുഭവജ്ഞാനമുള്ള ആ ഗുരു പരമ്പരയിൽ നിന്ന് തന്നെ ലഭിക്കുകയും അതിനുള്ള ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യും. ഇന്ന് യൂട്യൂബിലൊക്കെ പറയുന്ന പലരും അനുഭവജ്ഞാനം ഇല്ലാത്തവരും അല്പജ്ഞാനികളും നമ്മളെ അപകടത്തിലേക്ക് നയിക്കുന്നതാണ്. അത് പലപ്പോഴും നമ്മളെ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കും. അത് ഞാൻ ഈയിടെ ഒരു ദിവസം ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ ഒരു ആളെനിക്ക് ലിങ്ക് അയച്ചു തന്നതാണ്. ആ ലിങ്ക് അയച്ചു തന്ന ഇത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ ഹംസമന്ത്രം ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിച്ച് ഹംസമന്ത്രം ജപിക്കുമെന്നാണ്. ഈ ഹംസമന്ത്രം ജപിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് പറയുന്നു. പക്ഷേ ഹംസധ്യാനം ചെയ്യേണ്ടത് സന്യാസിമാരാണ്. ഹംസധ്യാനം സന്യാസം സ്വീകരിച്ചിട്ടുള്ളവർ എല്ലാം ഉപേക്ഷിച്ചിട്ടുള്ളവർക്കുള്ളതാണ്. ഈ ഭൗതിക ലോകത്ത് ലൗകികമായി ജീവിക്കുന്നവർക്കുള്ളതല്ല. അവരുടെ ഈ കർമ്മ സംസ്കാരം ഒന്നാകെ നശിപ്പിച്ചുകൊണ്ട്, കർമ്മബീജങ്ങളെ നശിപ്പിച്ചുകൊണ്ട് സമാധിസ്ഥരായി സന്യാസത്തിലേക്ക് പോകാനുള്ള മാർഗമാണ് ഈ ഹംസധ്യാനം. അപ്പോൾ സാധാരണക്കാരായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സോഹം മന്ത്രമാണ് ജപിക്കേണ്ടത്. അതും ഗുരു നിഷ്കർഷിക്കുന്ന രീതിയിൽ ഗുരുവിൽ നിന്ന് സ്വീകരിച്ചിട്ടാണ് സോഹം മന്ത്രം ജപിക്കേണ്ടത്. അപ്പോൾ ഓരോ ഉപാസനകളും അങ്ങനെയാണ്. ഓരോ ഉപാസനകൾക്കും അതിൻ്റേതായ അനുഷ്ഠാന ക്രമമുണ്ട്. ആ അനുഷ്ഠാന ക്രമം തെറ്റിച്ചാൽ, തെറ്റായ രീതിയിലുള്ള മന്ത്രസാധനയുമായിട്ട് പോയി കഴിഞ്ഞാൽ അതിന് വിപരീത ഫലമുണ്ടാകും. അത് മന്ത്രസാധനയ്ക്ക് മാത്രമല്ല, പ്രാണായാമമാണെങ്കിലും യോഗാസന പരിശീലനമാണെങ്കിലും ഈ യോഗവിദ്യയും ആത്മവിദ്യയുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിലും തെറ്റായ രീതിയിൽ പരിശീലിച്ചു കഴിഞ്ഞാൽ അതിന് അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാകും. അത് കറക്റ്റായ രീതിയിൽ മന്ത്രങ്ങൾ ജപിക്കുകയും ആ മന്ത്രസാധന അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് മന്ത്രസിദ്ധി ലഭിക്കുന്നത്. മന്ത്രസിദ്ധി ലഭിക്കുമ്പോൾ അതിൻ്റേതായ നിഷ്ഠകളുണ്ട്. ആ നിഷ്ഠകളോടെ ഗുരു തന്ന രീതിയിലുള്ള പരിശീലനം ചെയ്യുകയും, അതുപോലെ ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം പ്യുവർ മൈൻഡ് ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇത് മൂന്നും രുചിരേഖയിലായിരിക്കണം. ഇത് മൂന്നും കറക്റ്റായിരിക്കണം. നമ്മുടെ മനസ്സിലൊന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊന്ന് ചെയ്യുന്ന പ്രവൃത്തി അഥവാ ഹിപ്പോക്രസി, കപടനാഠ്യത പാടില്ല. അപ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുക. അപ്പോൾ പല ആൾക്കാരും ചോദിക്കും, മന്ത്രം ജപിക്കുമ്പോൾ നോൺ വെജ് കഴിക്കാവോ, മീൻ കഴിക്കാവോ, ലൈംഗിക ബന്ധമാകാവോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അതിനൊന്നും പ്രസക്തമല്ല. ഏറ്റവും പ്രധാനം നിങ്ങളുടെ ചിന്തകൾ പ്യുവറാണോ, നിങ്ങളുടെ ഇൻറ്റൻഷൻ പ്യുവറാണോ. ആ ശുദ്ധമായ ചിന്തകളോടുകൂടി ഈശ്വരബോധത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മന്ത്രങ്ങൾ ജപിക്കാം. പക്ഷേ ആ മന്ത്രങ്ങൾ നിങ്ങളുടെ സംസ്കാര ഗുണവുമായി ചേർന്നും നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടും അനുയോജ്യമായ മന്ത്രമായിരിക്കണം നിങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ഡയറ്റി ഉണ്ട്. ഇപ്പോൾ ശിവമന്ത്രം ചില ആൾക്കാർക്ക് ജപിക്കുന്നത് അനുയോജ്യമായിരിക്കണമെന്നില്ല. അവർക്ക് മറ്റു ദേവതാ മന്ത്രങ്ങളോ വിഷ്ണു മന്ത്രവുമായിരിക്കും കൊടുക്കുന്നത്. കാരണം ഓരോ ഡയറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡയറ്റിയാണ് നിങ്ങൾ ഉപാസിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ്, കാരണം ഇത് ലൗകികരായ ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൗകികമായ കർമ്മങ്ങൾ വന്നു ചേരാനും ലൗകികമായ അഭിവൃദ്ധി വരികാനും സാധിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ കർമ്മങ്ങൾ കത്തിത്തീരും, നിങ്ങളുടെ കർമാശയം ബേൺ ചെയ്യും. അങ്ങനെ കർമാശയത്തിലുള്ള ആ കർമ്മബീജങ്ങൾ നശിക്കപ്പെട്ട് നിങ്ങളൊരു യോഗിയായിത്തീരും. യോഗിയായി തീർന്ന് നിങ്ങളൊരു പാരിപ്രാജകനായിട്ടോ അല്ലെങ്കിൽ ഒരു സിദ്ധനായിട്ടോ മൗനിയായിട്ടോ സമാധി അവസ്ഥയിൽ, ലയസമാധിയിലൊക്കെ നിങ്ങൾ ലയിച്ചിരുന്നിരിക്കും. പക്ഷേ ആ അവസ്ഥയിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, സാവകാശമേ പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങളുടെ ഗൃഹസ്ഥാശ്രമം മുന്നോട്ട് കൊണ്ടുപോകണം, കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥം, സന്യാസം അങ്ങനെ പതുക്കിയേ പോകുന്നുള്ളൂ എങ്കിൽ അതനുസരിച്ചിട്ടുള്ള മന്ത്രങ്ങൾ മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവൂ, മന്ത്രങ്ങളെ നിങ്ങൾ ജപിക്കാവൂ. മറ്റൊന്നുള്ളത്, ചില മന്ത്രങ്ങൾ വളരെ പവർഫുള്ളായ മന്ത്രങ്ങളുണ്ട്. ഈ വളരെ പവർഫുള്ളായ മന്ത്രങ്ങളുടെ പ്രശ്നം, ഇത് പെട്ടെന്ന് നിങ്ങളുടെ കുണ്ടലിനി റേസ് ചെയ്യും. നമ്മൾ അന്തർലീനമായ ഈ കുണ്ടലിനി പവർ പെട്ടെന്ന് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്യാൻ ആവശ്യമായ ആ ഒരു വയർ സിസ്റ്റം, എന്താ പറയുക, നമ്മുടെ സോഫ്റ്റ് വയർ നാഡികൾ സജ്ജമായിട്ടുണ്ടാവില്ല. അപ്പോൾ അനിയന്ത്രിതമായ അധമ്യമായ ഈ എനർജി ഫ്ലോ, ഊർജ പ്രവാഹം
നിങ്ങളുടെ സൂക്ഷ്മ നാഡികളിലേക്ക് വരുമ്പോൾ അതിനെ സ്വീകരിക്കുവാൻ നിങ്ങളുടെ നാഡീ ഞരമ്പുകൾ ശക്തമാകണം. അതോടൊപ്പം നിങ്ങളുടെ ഉപബോധ മനസ്സിലുള്ള വൈറസുകൾ, അവിടെയുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ പൊന്തി വരും. അപ്പോൾ അതിനെ നമ്മൾ ആദ്യമേ ദൂരീകരിക്കണം. ഇതാണ് പവർഫുള്ളായ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പെട്ടെന്ന് എനർജി പവർഫുള്ളായിട്ട് വരികയും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യുവാൻ, ടാക്കിൾ ചെയ്യുവാൻ സാധിക്കാതെ വരികയും ചെയ്തു കഴിഞ്ഞാൽ കുടത്തിൽ നിന്ന് ദുർബോധത്തെ കട്ടഴിച്ചു വിട്ട അവസ്ഥയിലായിരിക്കും. മനസ്സ് അനിയന്ത്രിതമായിട്ട് മാറാം. നിങ്ങളുടെ എനർജിയെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങൾ ചെവിയിൽ ചെമ്പരത്തി പൂ ചൂടി നടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കും. അതുകൊണ്ട് തന്നെയാണ് അതായത് ഗുരുവിൻ്റെ ശിക്ഷണമില്ലാതെ അതായത് ഇത്തരം മന്ത്രങ്ങളൊന്നും തന്നെ ചൊല്ലരുത്, ഉപാസന ചെയ്യരുത് എന്ന് പറയുന്നതും. അതോടൊപ്പം തന്നെ ഈ ഗുരുജി പറഞ്ഞ പോലെ ഹംസമന്ത്രം പോലെയുള്ള മന്ത്രങ്ങൾ, അതായത് വലിയൊരു എന്താ പറയുക ശക്തിയുള്ള മന്ത്രങ്ങൾ സന്യാസിമാർ ചെയ്യേണ്ടത് പോലും ചില ചാനലുകളിലൂടെ അതായത് നമ്മളിൽ എത്തിച്ചേരുകയും അത് പല ആളുകളും ഉപാസിക്കുകയും അതിൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് അത് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതൊക്കെയാണ് ഈ കുണ്ടലിനി ഉണരുന്ന ഒരവസ്ഥയിലേക്കും അതായത് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നതും അത് വളരെ ഒരു പ്രത്യാഘാതത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് അല്ലേ? പലപ്പോഴും അങ്ങനെ സംഭവിക്കുക. ഭദ്രകാളി ഉപാസന എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഭദ്രകാളി ഉപാസന, അങ്ങനെയുള്ള മന്ത്രങ്ങൾ, അത് ചില പ്രത്യേക ഡയറ്റിയെ ഉപാസിക്കുന്നത്, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലുള്ള എനർജിയെ അനിയന്ത്രിതമായി പവർഫുള്ളായിട്ട് റേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പവർഫുള്ളമായി റേസ് ചെയ്യണമെങ്കിൽ അതിനുള്ള എക്വിപ്മെൻറ്റ്, അതിനുള്ള ശക്തി നമ്മൾ നേരത്തെ സംശീകരിക്കണം. നമ്മുടെ മൈൻഡിനെയും എനർജി ബോഡിയെയും നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിനുള്ള